ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി, ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആനയെപ്പോലെ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ദ മൂവി തുടരും. ആൻഡ് ഐ നോ ഐ എം ലേറ്റ് ടു ദ പാർട്ടി. തൻ്റെ ഇൻ്റർവ്യൂവിൽ മഹാനടൻ തിലകൻ പറഞ്ഞ പോലെ ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയാത്ത പോലെയാണ് മോഹൻലാലിൻ്റെ കാര്യം എന്ന് പറഞ്ഞ ആ ഒരു വാചകം തന്നെയാണ് തുടരും എന്നുള്ള സിനിമയെ ഏറ്റവും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാചകം. ഇതിൻ്റെ ഡയറക്ടറായ തരുൺ മൂർത്തിയും ഇതിൻ്റെ റൈറ്ററായ KR സുനിലും ഈ ഒരു വാചകത്തിനെ വളരെയധികം മനസ്സിലാക്കി അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും. വളരെ സട്ടിലായ രീതിയിൽ തുടക്കത്തിലെ ഇൻട്രോ സീനിൽ തന്നെ ഒരു ടസ്കറിനെ കാണിച്ച് മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്നതിൽ നിന്ന് തുടങ്ങി അത്ര സട്ടിലല്ലാത്ത ഡയലോഗുകളിലൂടെയൊക്കെ നമ്മൾക്ക് എന്താ പറയുക, ലാർജർ ദാൻ ലൈഫാണ് മോഹൻലാൽ എന്നുള്ള ആക്ടർ എന്ന് ഓഡിയൻസിനെ ഇമ്മീഡിയറ്റ്ലി എന്താ പറയുക കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് തുടക്കത്തിൽ തന്നെ തുടരും അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ഹീറോ വേർഷിപ്പും ഹീറോയിസും ഒക്കെ ഉള്ളൊരു സിനിമയായിട്ടും കൂടിയിട്ട് തുടരും കാണുമ്പോൾ അത് ഭയങ്കര ഷാലോ ആയിട്ട് നമുക്ക് തോന്നാത്തതിൻ്റെ ഒറ്റ റീസൺ അതിൽ സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ഹ്യൂമറാണ്. അതായത് മോഹൻലാൽ എന്നുള്ള നടൻ പണ്ട് അഭിനയിച്ച സിനിമകളും നമുക്കൊക്കെ വളരെ സുപരിചിതമായ കൺകണ്ടത് നിജം അല്ലെങ്കിൽ വെട്ടിയ പാഴത്തിൻ്റെ പോലെ ഇതെല്ലാം ആളുടെ ക്യാരക്ടറിനെ തന്നെയുള്ള ആളുടെ പല പല ക്യാരക്ടേഴ്സിനെ തന്നെ കളിയാക്കുന്ന ഒരുപാട് ഡയലോഗുകളാണ്. അതായത് ആൾ സ്വയം ആ ഒരു ഹ്യൂമറിലേക്ക് ലീനം ചെയ്യാണ്, സ്വയം താഴ്ത്തി കിട്ടുന്ന ഹ്യൂമർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ഹ്യൂമർ എന്ന് തന്നെ പറയാം. അത് പലപ്പോഴും നിങ്ങൾ ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മറ്റൊരാളുടെ എക്സ്പെൻസിലാണ് എപ്പോഴും ഈ ട്രോളുകളൊക്കെ ഉണ്ടാക്കി വിടുന്നത്. അപ്പം നമുക്ക് അധികവും ഫൺ എന്ന് പറയുന്നത് ഇപ്പോൾ പഴയ സിനിമകളിലൊക്കെ ആണെങ്കിൽ താഴ്ത്തി കെട്ടാനും കളിയാക്കാനും ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ ആ ക്യാരക്ടറിനെ ഇങ്ങനെ ചവിട്ടി തേച്ചിട്ടാണ് നമ്മൾ ആ സിനിമയിലെ ഹ്യൂമർ കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമ്മളൊരു മെഗാസ്റ്റാർ വാല്യൂവിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇത്രയും സ്വയം കളിയാക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ ചെയ്യണമെങ്കിൽ അതിനൊരു സർട്ടൻ ഹ്യൂമിലിറ്റി വേണം. അത് ഈ തുടരും എന്നുള്ള സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ഒരു ലോൺ ടസ്കറിന് നമ്മൾ മാസാക്കുമ്പോഴും വളരെ ഗ്രൗണ്ടഡ് ആയ ഒരു സിനിമയും കൂടിയാണ് തുടരും. പിന്നെ ഈ സിനിമ ഒരിക്കലും ഇതൊരു പ്യോർലി നമുക്ക് ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഇത് പക്ഷെ ഒരിക്കലും ലാലേട്ടനെ നോക്കൂ എന്ത് കിടിലാണ് ലാലേട്ടനല്ല. എന്തുകൊണ്ടാണ് നമുക്കൊക്കെ ലാലേട്ടനെ ഇഷ്ടപ്പെട്ടത്, നമുക്കൊക്കെ എന്തുകൊണ്ടാണ് ആസ് എൻ ആക്ടർ ആളോട് ഇത്രയും സ്നേഹം തോന്നുന്നത് എന്ന് നമ്മളെ പിന്നെയും ഓർമ്മപ്പെടുത്തലുകളാണ്. വളരെ നൊസ്റ്റാൾജിക്കായ, വളരെ സട്ടിൽ അല്ലാത്തതും സട്ടിൽ ആയതുമായ ഓർമ്മപ്പെടുത്തലുകളുകൂടിയാണ് ഫസ്റ്റ് ഹാഫിലുടനീളം. നമുക്ക് ചെറിയ മൊമെൻറ്റ്സാണ്, നമുക്ക് ഭയങ്കര ക്ലിക്കാവുന്ന കുഞ്ഞു മൊമെൻറ്റ്സിൽ നമുക്ക് ഇതായിരുന്നു എൻ്റെ മോഹൻലാൽ, ഇതാണ് എൻ്റെ മോഹൻലാൽ, ദിസ് വിൽ ബി മൈ മോഹൻലാൽ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. നമ്മൾ ഒരുപാട് മിസ് ചെയ്തൊരു വേർഷൻ ഓഫ് ലാലേട്ടനാണിത്. നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയ സിനിമകൾ ഇറങ്ങിയെങ്കിലും കൂടിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പഴയ ലാലേട്ടനെ നമ്മൾ ഒരുപാട് മിസ് ചെയ്തൊരു ലാലേട്ടനാണിത്. ഇപ്പോൾ ഈ അടുത്ത് കുറേ അധികം കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയ സിനിമകൾ ഇറങ്ങിയെങ്കിലും നമുക്ക് ഈ മോഹൻലാലിനെ നമുക്ക് അതിലൊന്നും കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് എക്സാക്ട്ലി ഓഡിയൻസിനൊരു പ്ലാറ്ററിൽ ദിസ് ഈസ് വാട്ട് യു ആസ്ക് ഫോർ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പോകുന്നത് എന്ന് ഡയറക്ടറും റൈറ്ററും ഒരുപോലെ തീരുമാനിച്ച് ഡെലിവർ ചെയ്യാൻ ആസ് എൻ ആക്ടർ ഒരു സ്പോഞ്ച് പോലെ അവർ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അബ്സോർബ് ചെയ്തത് ഓഡിയൻസിന് അങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ഹിറ്റായിട്ട് ഈ സിനിമ മാറിയേക്കുന്നത്. പലരും മോഹൻലാലിൻ്റെ പഴയ സിനിമകളുമായിട്ടോ അല്ലെങ്കിൽ ഹിറ്റായിട്ടുള്ള ദൃശ്യമോ ഒപ്പമോ ഭ്രമരമോ ഒക്കെ ആയിട്ട് ഈ സിനിമേനെ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കമ്പാരിസണിൽ ഞാൻ എഗ്രി ചെയ്യുന്നില്ല. ത്രില്ലർ ആയതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ പോലീസ് ബ്രൂട്ടാലിറ്റിയും റിവെഞ്ചും ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും ഒരു ക്ലീഷേ പോലെ സിനിമകളിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ട്രോപ്പാണ്. അതിനർത്ഥം രണ്ട് സിനിമകൾ സിമിലർ ആണ്. ഒരു റിവെഞ്ച് ത്രില്ലറോ അല്ലെങ്കിൽ ഒരു പോലീസ് ബ്രൂട്ടാലിറ്റി ഉള്ളതുകൊണ്ടോ അത് സിമിലർ ആണെന്നോ അല്ലെങ്കിൽ ഒരു ലവ്ഡ് വണ്ണിൻ്റെ ഡെത്ത് ട്രിഗർ ചെയ്യുന്ന ഇൻസിഡൻസ്, ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള വളരെ ക്ലീഷേ ആയിട്ടുള്ള ട്രോപ്പുകളാണ്. പക്ഷേ ഇതിനോടുള്ള അപ്രോച്ചാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. ഈ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വളരെ കൊമേഴ്ഷ്യലായിട്ട്, വളരെ ഓഡിയൻസിന് അത്രയധികം ഒരുവിധം എല്ലാ റേഞ്ചിലുള്ള ഓഡിയൻസിനും പാലറ്റബിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ശോഭന മാമിനെ പറ്റി സംസാരിക്കാം. ശോഭന മാമിൻ്റെ ക്യാരക്ടറും മോഹൻലാലിൻ്റെ ക്യാരക്ടറും കൂടി ഒരുമിച്ച് കാണുമ്പം
നമുക്ക് മറ്റേ ഒരുപാട് സിനിമകളുണ്ട്, നമുക്ക് അവരൊരുമിച്ച് കണ്ട സിനിമകൾ, പവിത്രമാവട്ടെ, മിന്നാരമാവട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോഡിയാണ് അവരത്. അത് കാണുമ്പോൾ നമുക്ക് ഓരോരോ മൊമെൻറ്റും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ പേഴ്സണലി വളരെയധികം സന്തോഷിച്ചു അവരുടെ കോമ്പിനേഷൻ സീനുകളിലെല്ലാം. ഐ ലൈക്ക് ദാറ്റ് ഷീ ഡബ് ഫോർ ഹെർസെൽഫ്. ആളുടെ തന്നെ ഒരു തദ്വസിതമായ രീതിയിലുള്ള സംസാരം, അല്ലാണ്ട് ഒരാളെ വെച്ച് ഡബ് ചെയ്യിക്കാണ്ട് സംസാരിച്ചതും വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഐ വിഷ് ഷീ ഹാഡ് മോർ ടു ഡു. ആ ഒരു ജോർജ് സാറ് നല്ല അടിയൊക്കെ കൊടുത്തിട്ട് ജോർജ് സാറിനെ നോക്കുന്നൊരു സീനുണ്ട്, അവരുടെ ബെഡ്റൂമിൽ ഇട്ടിട്ട് അവരെ വീട്ടിൽ കയറി വന്നിട്ടാണ് അയാൾ തല്ലുന്നത്. ആ ഒരു സീൻ മതി പുള്ളിക്കാരിക്ക് ഇനി എന്തുമാത്രം ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ. ഐ വിഷ് ദേ ഹാഡ് യൂസ്ഡ് മോർ ദാൻ ദ നൊസ്റ്റാൾജിയ പാർട്ട്. ഇനി ജോർജ് സാറെ പറ്റി പറയുമ്പോൾ പ്രകാശ് വർമ്മയെ പറ്റി പറയണല്ലോ. ഈ അടുത്ത് മലയാള സിനിമ കണ്ട ഒരുമിച്ച് ഏറ്റവും നല്ല വില്ലൻ, ഭയങ്കര കരിസ്മ, ഭയങ്കര ഒരു വൃത്തികെട്ടവൻ, എന്നാൽ കുറച്ച് ക്യൂട്ടുമാണ്. ഒരു പക്ഷേ ആഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ സുപരിചിതമായ ഒരു മുഖമാണ് പ്രകാശ് വർമ്മയുടേത്. നമ്മൾ കണ്ട് ആസ്വദിച്ച് വളർന്ന ഒരുപാട് കിടില ആഡുകൾ മൂപ്പരുടെ ബ്രെയിൻ ചൈൽഡാണ്. പക്ഷേ ആള് എത്രമാത്രം പൊട്ടൻഷ്യലുള്ള ഒരു ആക്ടറാണെന്ന് നമുക്കത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. മോഹൻലാലിൻ്റെ ഒപ്പം കട്ടയ്ക്ക് പിടിച്ചു നിന്നൊരു വില്ലനാണ്. ഒരു തരത്തിലും നമുക്ക് ഇയാളൊരു പുതിയ ഒരു മുഖമായിട്ടാണ് നമ്മൾ കാണുന്നത് സിനിമകളിൽ ആദ്യമായിട്ട്. ഒരിക്കലും നമുക്കത് ലാക്കിംഗ് ആയിട്ട് തോന്നാണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് ക്യൂട്ട്. ആ ക്യൂട്ടായതാണ് ഇനിയും ഡയബോളിക്കൽ വൃത്തികെട്ടാനായിട്ട് നമുക്ക് തോന്നുന്ന അവസാനം. അതുകൊണ്ടാണ് എവിടെയോ ഒരു റോങ് ഉള്ള, എവിടെയോ ഒരു അതിന് ഒപ്പം നിൽക്കാൻ, അതിൻ്റെ എന്താ പറയുക, ചവിട്ടിത്തേക്കാനുള്ള വാലാട്ടിപ്പെട്ടിയായിട്ട് ബെന്നിയുടെ കഥാപാത്രം, ഇവർ രണ്ടുപേരുടെ ഒരു റാപ്പ്, ഇവരുടെ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതും ഈ സിനിമയ്ക്ക് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ പലരും പറയുന്ന ഒരു നെഗറ്റീവ് ഇതിൽ പറഞ്ഞത്, പ്രകാശ് വർമ്മയുടെ ജോർജ് എന്നുള്ള കഥാപാത്രം പ്രോബബ്ലി സ്വന്തം ഭാര്യയെ കൊന്നു എന്നുള്ള പോലെ സിനിമയിൽ പറയുന്നുണ്ട്. അതുകൂടാണ്ട് മകളെ റിപ്പീറ്റഡ്ലി ഫിസിക്കലി ഉപദ്രവിക്കുന്ന ഒരാളാണെന്നും സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മോഹൻലാൽ മകളെ എന്തെങ്കിലും ചെയ്തു എന്ന് ആലോചിക്കുമ്പോഴത്തേനും അയാൾ ഇത്രയും ഇമോഷണൽ ആവുന്നു? പലപ്പോഴും ഇങ്ങനത്തെ സ്വഭാവ വൈകൃതങ്ങളുള്ള ആൾക്കാർക്ക് അവരുടെ ഫാമിലിയെ അവരുടെ പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടി അവർക്ക് എന്തും ചെയ്യാലോ, മറ്റൊരാൾ അവരെ എന്തെങ്കിലും ചെയ്യുന്നവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ജസ്റ്റിഫൈഡ് ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. പിന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളത് തുടരും എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സിനെ പറ്റിയാണ്. മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന ഷൺമുഖം അല്ലെങ്കിൽ ബെൻസ് എന്നുള്ള കഥാപാത്രം ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. തുടക്കം തൊട്ടേ വളരെ ഇമോഷണൽ ആയ ഒരാളാണ് ബെൻസ്. ബെൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ റാഷണൽ ആയിരിക്കണം എന്നില്ല, ഒരു പക്ഷേ ലോജിക്കൽ ആയിരിക്കണം എന്നില്ല, ഒരു പക്ഷേ തോട്ട് ഔട്ട് ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ നമ്മൾ ജോർജ് കുട്ടിയെ പോലത്തെ ഒരു കഥ, അതുകൊണ്ട് ഞാൻ പറയണേ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ സിനിമകൾ. വളരെ ലൈവ്ലി ആയ, എനർജറ്റിക് ആയ, നമുക്ക് ഇഷ്ടം തോന്നുന്ന കരിസ്മാറ്റിക് ആയ ഒരു പേഴ്സണാലിറ്റിയാണ് ബെൻസിനുള്ളത്. ഒരു അലൂഫായ പേഴ്സൺ അല്ല ബെൻസ്. ബെൻസ് കംപ്ലീറ്റ്ലി കാൽക്കുലേറ്റീവ് ആയ ഒരാളും അല്ല. നിവൃത്തികേട് കൊണ്ട് തൻ്റെ പാസ്റ്റിലെ എന്താ പറയുക സ്കിൽ സെറ്റ് ചികഞ്ഞെടുത്ത് ഹീറോയിസം കാണിക്കേണ്ടി വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ ആ വില്ലനെ, വളരെ കാൽക്കുലേറ്റീവായ ആ വില്ലനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ബെൻസിന് ഫ്ലോസ് ഉണ്ട്, ഒരുപാട് ഫ്ലോസ് ഉണ്ട്. അത് നാച്ചുറലി കുറച്ചും കൂടി, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരുപാട് ആൾക്കാരെ ഇടിച്ചിടുന്നതും ഒരുപാട് ആൾക്കാരെ നല്ല രീതിയിൽ പഞ്ഞിക്കിടുന്നതുമായ സീനുകളുള്ളതുകൊണ്ട് തന്നെ നാച്ചുറലി നമ്മുടെ ഹീറോനെ ഹംബിൾ ചെയ്യാനുള്ള ഒരുപാട് എലമെൻസും ഇതിലുണ്ട്. അതായത് എല്ലാം ഹീറോൻ്റെ കയ്യിലല്ല ചരട്. ഒരു വിധത്തിലുള്ള ഇങ്ങനത്തെ സിനിമകളിലൊക്കെ എല്ലാ കാര്യങ്ങളും ഹീറോൻ്റെ ആവശ്യത്തിനനുസരിച്ച് നടക്കുള്ളൂ. പക്ഷെ ഇവിടെ ബെൻസിന് തിരിച്ചടികൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അതിൽ ബെൻസിൻ്റെ അല്ലെങ്കിൽ ഷൺമുഖത്തിൻ്റെ ഹെൽപ്പിന് വരുന്നത് ഒരു പക്ഷേ ദൈവമോ ലക്കോ, ജയിലിൽ എല്ലാവരെയും പറഞ്ഞു വിട്ട് CCTV ഓഫാക്കിയിട്ട് ആൾക്കൊരു ചാൻസ് കിട്ടുക എന്നുള്ളത്, അതൊക്കെ ഒരു ദൈവമോ ലക്കോ ഒക്കെ ഒരു കൈ ആളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവർ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ആൾ ഒറ്റയ്ക്കല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൾക്ക് ഭാഗ്യത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ ഒക്കെ ഒരു കരം ആളുടെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് സിനിമ പറഞ്ഞിട്ട് പോകുന്നത്. ഇപ്പോൾ ലാസ്റ്റിലൊരു എലമെൻസിൽ ഒരുപാട് വട്ടം ആളുടെ മുഖം നമ്മൾ കാണിക്കുന്ന, അഭിനയിക്കാൻ ലാലേട്ടന് ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ എല്ലാവരും പറയുന്ന കാര്യമായിരുന്നു. കാരണം ഇൻ മൂവീസ് ഇഫ് യു ആർ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി, ഏജിങ്ങിനെ വളരെയധികം നെഗറ്റീവ്ലി കാണുന്നൊരു ഇൻഡസ്ട്രിയാണത്. കാരണം അവരുടെ അൾട്ടിമേറ്റ് വ്യൂവേഴ്സായ ആൾക്കാർക്കും ഏജിങ്ങിനോട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അതിനൊരു പ്രഷറാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക്. ഏജ് തോന്നുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഒരു അച്ചീവ്മെൻറ്റുമാണ്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ എത്രയോ ഷോട്ടുകളിൽ ഇറ്റ്സ് ജസ്റ്റ് ഹിസ് ഫേസ്, അത് കാണുമ്പോൾ തന്നെ നമുക്കൊന്നും എന്താണ് ലാസ്റ്റത്തെ ഒരു ഷോട്ടുണ്ട്,
അല്ല മുഖം മറയ്ക്കണമെന്ന് ചോദിക്കുമ്പോൾ ആളൊന്നും പറയുന്നില്ല. അത് പറയുന്നതെന്നാണ് എനിക്ക് വായിൽ വരുന്നത്. ആളൊന്നും പറയുന്നില്ല, ആൾ ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിലെ ക്ലൈമാക്സിൽ ഇനിയും തുടരും എന്നെഴുതിയതിൽ എനിക്ക് തോന്നിയത്, ബെൻസ് എന്നുള്ള ആൾ ഈ ഒരു കൊലപാതകം ചെയ്തതിന്, അതായത് മകൻ്റെ കൊലപാതകം ചെയ്തതിന് സാഹചര്യ തെളിവുകളിൽ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ജോർജിൻ്റെ മകളെ അവസാനത്തെ ഷോട്ടിൽ ബെൻസിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ജോർജിനെതിരെ മൊഴി പറയാൻ നല്ല രീതിയിൽ സാഹചര്യമുണ്ട്. പിന്നെ ആ കാറിന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സിനിമ അല്ലെങ്കിൽ ബെൻസിൻ്റെ കഥ തുടർന്നുകൊണ്ടിരിക്കും. ആസ് ആൻ ആക്ടർ മോഹൻലാലിൻ്റെ കഥയും തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു എൻഡിങ്ങിലാണ് തുടരും നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സിനിമയുടെ അഭിപ്രായം എന്താണ്? മാസിവലി ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും ചില പേരെങ്കിലും പറഞ്ഞു നമുക്ക് ആ സിനിമ നല്ലപോലെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഓൺ ദി അതർ സൈഡാണ്, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ബൈ.